ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോർണിംഗ് സ്റ്റഡി റൊട്ടീനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നേരത്തെ ഞാനിന്ന് എണീറ്റിട്ടുണ്ട്. 4:30 മുതലാണ് ഇന്നെൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തത്. 4:30 കുറച്ച് മുന്നേ എണീറ്റ് ജസ്റ്റ് ഫ്രഷായി ഞാൻ പഠിക്കാനിരുന്നു. ഇനിയും നമ്മൾ ഒത്തിരി നേരത്തെയൊക്കെ എണീറ്റ് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും ഉഴപ്പി നടന്നാൽ സിലബസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, റിവിഷൻ നടത്താനും പറ്റില്ല. അപ്പോൾ ഇനിയെങ്കിലും കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാമെന്നാണ് എൻ്റെ തീരുമാനം. എത്രത്തോളം അത് നടക്കുമെന്ന് അറിയത്തില്ല, കണ്ടറിയാം. ഞാനിന്ന് ഇന്ത്യൻ ജിയോഗ്രഫിയാണ് നോക്കിയത്. ഇന്ത്യൻ ജിയോഗ്രഫിയിലെ നദികൾ എന്ന് പറയുന്ന പാർട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. മുൻപൊരിക്കലും ഇത് നോക്കിയിട്ടൊക്കെ ഉള്ളതാണ്. എൻ്റെ ബുക്കിൽ കണ്ടറിയാം, ഞാൻ അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുൻപ് നോക്കിയതാന്ന് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് അത് റിവിഷൻ നടത്താത്തത് കൊണ്ട് തന്നെ അവിടെ ഇവിടെ എന്തൊക്കെയോ ഓർമ്മയുണ്ടെന്നല്ലാതെ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ടൊരു എനിക്കൊരു വലിയ പിടുത്തമില്ല. നദികളുടെ പേര് മാത്രമേ സത്യം പറഞ്ഞപ്പോൾ പിടുത്തമുള്ളൂ, അതാണ് സത്യം. അപ്പം അതൊക്കെ ഒന്നുകൂടെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലിലെ കാര്യങ്ങളാണ് നോക്കുന്നത്. റാങ്ക് ഫയലിൽ പക്കാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് മാത്രം നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. SCERT NCERT ഒക്കെ നമ്മളിതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ PYQ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പഠനമാണ് ഇപ്പം നടത്തുന്നത്. കാരണം ഇനി നമുക്ക് കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ. മൊത്തത്തിലെല്ലാം കൂടെ പഠിച്ച് വളരെ ആഴത്തിൽ അങ്ങനെ പോയി ആഴത്തിൽ പോകണം. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ളത് പഠിച്ചു പോകാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. നദികൾക്കൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. പിന്നെ PYQ നോക്കി മനസ്സിലായി, നദികളിൽ നിന്നുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ കണ്ടു, PYQs കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം നോക്കാമെന്ന് വിചാരിച്ചു. റാങ്ക് ഫയലിൽ ഞാൻ അത്യാവശ്യം വേണ്ടത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. മുൻപൊക്കെ ഇത് പഠിച്ചപ്പോൾ ഞാൻ അടയാളപ്പെടുത്തി വെച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുൻപ് ഇത് പഠിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ മൊത്തത്തിൽ വായിച്ചിട്ട് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്നോ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്നൊന്നും വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. എല്ലാം തന്നെ ഇരുന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇരുന്ന് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. നമ്മൾ എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കാനിരിക്കുമ്പോഴാണ് നമുക്ക് പിന്നീട് റിവിഷൻ നടത്തുമ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും വേണ്ടതും വേണ്ടാത്തതൊക്കെ പഠിച്ചു പോകാനുള്ളൂ. അപ്പം ഞാൻ ആ ഒരു രീതിയിലുള്ള പഠനമായിരുന്നു കേട്ടോ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ലാത്തത്. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെയാണ് ചോദിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെച്ച് അത് മാത്രമാട്ടോ ഞാൻ പഠിച്ചു പോകുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് നദികളും പിന്നെ അതിൻ്റെ എന്താ പറയുക, നദികളുടെ പോഷക നദികളും അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. ചിലതൊക്കെ പഠിച്ച് ഒരു ഓടിച്ചിട്ട് പഠിച്ചിട്ടൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു എക്സാമിന് പോകുമ്പം. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി, ഇപ്പോൾ പോഷക നദികളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചിട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ഞാൻ തന്നെ ഞാൻ പറഞ്ഞു റാങ്ക് ഫയൽ ഒന്ന് നോക്കി നല്ലോണം ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം NCERT ഒക്കെ നോക്കണം. NCERT ഒന്നും നോക്കാതെ പോയിട്ട് യാതൊരു കാര്യമില്ല. ഈ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകാതെ പോകും. ഇതൊക്കെ ബിഗിനേഴ്സിനോടൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത്യാവശ്യം നല്ല ഗ്രാഹ്യമുള്ളവർക്കൊന്നും ഇത് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. അവർ ഓൾറെഡി ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും പഠിച്ചു പോകുന്നത്. അപ്പം ഞാൻ എന്നോടും തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം 4:45 ആയി, ഞാനത് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് എൻ്റെ പഠനം കണ്ടിട്ട് വരാം. ഇന്ത്യൻ ജിയോഗ്രഫി പിന്നെ റാങ്ക് ഫയൽ നോക്കുന്ന കൂടെ തന്നെ ഞാൻ യൂട്യൂബ് ക്ലാസ്സസും കൂടെ ഫോളോ ചെയ്യുന്നുണ്ട്. NDൻ്റെയൊക്കെ നല്ല ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ. നല്ല രീതിയിൽ വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ NCERT ബുക്കൊക്കെ കയ്യിലില്ലാത്തവർ ആ ക്ലാസ്സൊക്കെ ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ NDൻ്റെ കണ്ടോട്ടോ NDൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എല്ലാം ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് നോട്ട് എഴുതിയ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. പിന്നെ അപ്പോൾ അതിൽ തന്നെ ഇപ്പം ഞാൻ നദികളാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പം ഞാൻ ലക്ഷ്യൻ്റെ റാങ്ക് ഫയൽ ആട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഒരു LDC ലെവൽ മെയിൻസ് ലെവൽ റാങ്ക് ഫയൽ ആയിരിക്കാം. മേ ബി ഡിഗ്രി ലെവലിൽ ഇതിനേക്കാട്ടും കൂടുതൽ കണ്ടൻ്റ് ഉണ്ടോ എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പോഷക നദികൾ തന്നെ
ഇപ്പോൾ ഒരു നദിനെക്കുറിച്ച് പറഞ്ഞാൽ അതിന് ഇത്ര പോർഷൻ നദി ഇനി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ റാങ്ക് ഫയൽ കൊടുത്തതിനെക്കാട്ടും കൂടുതൽ വേറെ ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടാത്ത പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ച് പഠിക്കാം. ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നമുക്കൊരു നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ മേ ബി ആ ഒരു നമ്മുടെ ഈ റാങ്ക് ഫയൽ നമ്മൾ പഠിക്കാത്ത ആ ക്ലാസ്സിലുള്ള ചില പോയിൻറ്റ്സാണ് ഉള്ളതെങ്കിൽ നമ്മളങ്ങനെ നോട്ടൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. അപ്പം നമ്മൾ ഈ വൈകിയ വേളയിൽ നോട്ട് എഴുതി പോകുന്നതൊരു സമയം പോക്ക് തന്നെയാണ്. പക്ഷേ നോട്ട് എഴുതുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം നമുക്കല്ലാതെ ആ പോയിൻറ്റ്സ് ഒന്നും മേ ബി ബുക്കൊന്നും ഇല്ലെങ്കിൽ അത് കിട്ടാനൊന്നും പോണില്ല. അല്ലെങ്കിൽ ഈ റാങ്ക് ഫയൽ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉണ്ടാവത്തുള്ളൂ പോർഷൻ നദികളെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് സ്വയം ഒരു മണ്ടനായി ഇരുന്നാൽ ജീവിതം ഒരു മണ്ടത്തരമായി പോകും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നുണ്ട്. എക്സ്ട്രാ പോയിൻറ്റ്സും കൂടെ നമുക്ക് പരമാവധി എവിടെ നിന്നൊക്കെ പോയിൻറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നവർ, മീൻസ് അവർ ചോദ്യകർത്താക്കൾ ഏത് രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് ഇടുക എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോട്ടൊക്കെ മേക്ക് ചെയ്ത് ഏതൊരു സബ്ജക്റ്റാണോ നമ്മൾ പഠിക്കുന്നത് അതിനെക്കുറിച്ച് എവിടെ നിന്നൊക്കെ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുമോ അതൊക്കെ കളക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും നമ്മൾ. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ ഈ കാലത്തെ എക്സാമുകൾ, PSC എക്സാമിൻ്റെയൊക്കെ ഒരു ലെവൽ മാറി ആ ഒരു രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുള്ളൂ നമ്മുടെ സ്വപ്നം, നമ്മുടെ ലക്ഷ്യമൊക്കെ. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെയും ഉറക്കത്തിനെയൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു 5:15 ആയി. അതിൻ്റെ ഇടയ്ക്ക് മോളൊന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5-10 മിനിറ്റ് അവളുടെ കൂടെ ഇരിക്കേണ്ടി വന്നോളൂ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിക്കോളും. പകൽ അധികം ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഓരോ ടൈമിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പം മോളെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചായിട്ട് മോൾ വെളുപ്പിനൊന്നും എണീക്കാറില്ല. മീൻസ് ജസ്റ്റ് എണീക്കുക, ജസ്റ്റ് ഫീഡ് ചെയ്യുന്നു, പിന്നെ കിടക്കുന്നു. പിന്നെ അല്ലാതെ എണീറ്റ് കളിച്ച് നമ്മുടെ സമയം കളയത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കുക എന്ന് പറഞ്ഞത് മീൻസ് എൻ്റെ ഉറക്കത്തിനെയൊക്കെ മാറ്റി നിർത്താൻ എനിക്ക് കഴിയുമെങ്കിൽ എനിക്ക് പറ്റിയ സമയമാണിത്. പിന്നെ പക്ഷേ എല്ലാവർക്കും ഒന്നും സാധിക്കണമെന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാണെങ്കിൽ കുഞ്ഞുങ്ങളുള്ളവർക്ക് അത് നല്ലോണം മനസ്സിലാവും. ചില മക്കളൊക്കെ അതൊക്കെ ഓരോ മക്കളുടെ ഒരു ഇത് വെച്ച് ക്യാരക്ടർ വെച്ചിരിക്കും. പിന്നെ ചില കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ചാൽ അത് രാവിലെ എണീറ്റിട്ട് കുറേ നേരം അവരിങ്ങനെ എണീറ്റ് കളിക്കും. 5 മണിക്കൊക്കെ എണീക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഒരു പ്രായത്തിൽ കേട്ടോ. ഇച്ചിരി കഴിഞ്ഞ ഒരു 2-2.5 വയസ്സ് വരെയൊക്കെ അങ്ങനെയായിരിക്കും. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ആ സമയത്ത് കിടന്നുറങ്ങും. അപ്പം എനിക്ക് കുഞ്ഞുങ്ങളുള്ള അമ്മമാരോട് പറയാനുള്ളത്, നമ്മൾ കണ്ടെത്തുക അത് കുഞ്ഞുങ്ങൾ ഏത് സമയത്താണോ ഉറങ്ങുന്നതെന്ന് നമുക്ക് നല്ലോണം അറിയാലോ. ആ സമയം തന്നെ നോക്കിയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. അല്ലാതെ ഒന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് പറ്റിയ സമയമാണ്. 5:30-ക്കൊക്കെ മോൾ ഉറങ്ങും. ഒരു 7 മണി, 7 മണി കൂടുതൽ പറ്റില്ല. 7 മണിക്ക് ശേഷം അവൾ എപ്പോൾ വേണേലും എണീക്കാം. പിന്നെ ഞാൻ 7 മണി വരെ ഒന്നും ഇരുന്ന് പഠിക്കത്തുമില്ല. ഞാൻ 6:30, 7 കൂടിപ്പോയി 7 മണി അത്രയും ഞാനും ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ഇരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് രാവിലത്തെ മക്കളെ വിടേണ്ടതും അവരുടെ കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ മോൾ എണീറ്റാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ മോൾ ഉറങ്ങുന്നത് പകലാണ്. അപ്പം ഞാൻ ആ ഒരു രീതിയിലൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ മോളെ വെച്ചും പഠിക്കുന്നുണ്ട് കേട്ടോ. മക്കളെ വെച്ച് പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല, മീൻസ് പക്ഷേ അത് മൊത്തത്തിൽ നമുക്ക് പഠിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം അവരെ നമ്മൾ ശ്രദ്ധിച്ചു പോകും. ചില ടോപ്പിക്സൊക്കെ എനിക്ക് ജോഗ്രഫി ഒന്നും വലിയ ഇഷ്ടമല്ല. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്തൊക്കെ ചിലത് പഠിക്കേണ്ടി വരും. എന്നാൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. വരച്ചൊക്കെ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ വരച്ചൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അത് നല്ല ഗുണമുണ്ടെന്ന് ഇപ്പോൾ ആ നോട്ടൊക്കെ എഴുതി വരച്ച് പഠിക്കുമ്പോൾ കുറേയും കൂടെ വേഗം മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പഠനം 6 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നീട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ബൈ.